11 വർഷം മുൻപാണ് കോട്ടയം തിടനാട് സ്വദേശി ആതിര കൃഷ്ണയുടെ വൃക്ക തകരാറിലാകുന്നത്. അന്ന് അമ്മയുടെ വൃക്ക ആതിരയ്ക്ക് മാറ്റിവെച്ചു. കഴിഞ്ഞ 3 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നു. എന്നാൽ 11 വർഷം മുൻപ് മാറ്റിവെച്ച വൃക്കയും ഇപ്പോൾ തകരാറിലായിരിക്കുകയാണ്. എനിക്ക് 12 വർഷം മുമ്പ് ഒന്ന് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. അപ്പം അമ്മയായിരുന്നു എനിക്ക് ഡോണർ. പിന്നെ അമ്മയ്ക്ക് ലാസ്റ്റ് ആയപ്പോൾ കിഡ്നി ഫെയിലിയറായി, അമ്മയെ മരിച്ചു. പിന്നെ അച്ഛന് കൊറോണയുടെ സമയത്ത് കോവിഡ് വന്നിട്ട് തളർന്നു പോയതായിരുന്നു. അച്ഛന് സ്ട്രോക്കും ഫിക്സും കൂടെ ഒരുമിച്ച് വന്നു. അച്ഛൻ കിടപ്പിലായിപ്പോയി. അമ്മ മരിച്ചു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും മരിച്ചു. ഈ വാടക വീട്ടിൽ സഹോദരനാണ് ഇപ്പോൾ കൂടെയുള്ളത്. വൃക്ക മാറ്റിവെക്കാനായി 30 ലക്ഷത്തോളം രൂപയാണ് വേണ്ടത്. വെളിയിൽ നിന്ന് വേണം വൃക്ക എടുക്കാൻ. അപ്പം അതിനൊരു 16 ലക്ഷം രൂപ കൊടുക്കണം, എങ്കിലും അമ്മയ്ക്ക് വൃക്ക കിട്ടത്തുള്ളൂ. പിന്നെ ആശുപത്രിയിൽ ഒരു 15 ദിവസത്തോളം നമ്മൾ കിടക്കണം. അപ്പം അതിൻ്റെയും പിന്നെ സർജറിക്ക് 8 ലക്ഷം രൂപയാവും. എങ്ങനെ പോയാലും 30 ലക്ഷം രൂപയോളം ആകും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും. അപ്പം അതിനുള്ളൊരു സാമ്പത്തികവും ഇല്ല. 12 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വീട് സ്ഥലം വിറ്റിട്ടാണ് അന്ന് എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ഒരു ഇത് നിൽക്കുക. ഡയാലിസിസ് കൊണ്ട് ആഴ്ച 2 തവണ 3 പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 3 പോകാൻ പറ്റില്ല, കാരണം എൻ്റെ കൈയുടെ അവസ്ഥ ഭയങ്കര ഇതിലൂടെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡയാലിസിസ് ചെയ്ത് ഇവിടുന്ന് ക്ലോട്ടായി കിടക്കുക. ഇപ്പം മേളിലോട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഈ 3 ചെയ്യാനുള്ള ഒരു ഇതില്ല. ഇത് പോയി കഴിഞ്ഞാൽ എനിക്കിനി കഴുത്തേലോട്ട് കത്തീറ്റർ ഇടേണ്ടി വരും. അപ്പം അത്ര ഒരു അവസ്ഥ ആയതുകൊണ്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ ആതിരയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ സാമ്പത്തികം ആതിരയുടെ മുന്നിൽ തടസ്സമാണ്. സഹായവുമായി സുമനസ്സുകൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ആതിര. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.